മോണാറ്റ് മത്സരം തുടരുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട് കോഡ് നമ്പർ 210 ഓൺ സ്റ്റേജ്. ഈ അടുത്ത കാലത്തായി തെരുപ്പട്ടികളുടെ ആക്രമണം മൂലം വാഹനങ്ങൾ ആക്സിഡന്റ് ആവുകയും പരിക്കു പറ്റുകയും അക്കാരണത്താൽ മരിച്ചു പോവുകയും ചെയ്യുന്ന മനുഷ്യജീവിതത്തിന്റെ കഥ. അതുപോലെ ഒരു കൊച്ചു കഥയാണ് ഞാൻ ഇന്നിവിടെ മോണോ ആക്ടിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത്. മോളൂട്ടി കുട്ടി സിന്തേച്ചി മോളൂട്ടി ഉണ്ടോ അവിടെ? നീ പേടിക്കണ്ട കേണോ, മോളൂട്ടി ഇവിടെ അമ്മുക്കുട്ടീന്റെ അവിടെ കളിച്ചോണ്ടിരിക്കുക. അല്ല രേണു, നീ കുളിമുറിയിൽ നിന്ന് തെന്നി വീണെന്ന് മോളൂട്ടി പറഞ്ഞല്ലോ. കാലും ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ എന്ത് പറയാനാ സിന്തേച്ചി, ഡോക്ടറിന്റെ അടുത്തെല്ലാം പോയി. ഡോക്ടറെ പറഞ്ഞത് കാലിന് നല്ല നീറുണ്ടെന്ന, അധിക ദൂരം നടക്കണ്ടെന്നും പറഞ്ഞു. മോളെ മോളൂട്ടി വേഗം വരണേട്ടോ. ഇപ്പൊ വരും അമ്മേ. ഉമ്മ ചേച്ചി കളിക്കുന്ന കണ്ടപ്പോ കളിക്കാൻ തോന്നിട്ട് ഓടി വന്നതാ. മോളൂട്ടി മോളൂട്ടി. അമ്മേ ഇത് അച്ഛൻ വന്നോ? അച്ഛനൊന്നും ഇത്തിരി നേരത്തെയാ? അമ്മയ്ക്ക് വയ്യാത്തതല്ലേ, അതുകൊണ്ട് അച്ഛനൊന്നും ഇത്തിരി നേരത്തെ വന്ന. അല്ല മോളൂട്ടി, മോളൂട്ടി അമ്മയ്ക്ക് സഹായിച്ചോ? ഓ അച്ഛാ, ഞാൻ അമ്മയ്ക്ക് പാത്രം കഴുകിക്കൊടുത്തു, അടിച്ചു വാരിക്കൊടുത്തു, എല്ലാ പണിയും ചെയ്തു കൊടുത്തു. അച്ഛാ, ഞാൻ വലുതാകുമ്പല്ലേ ഒരു ഡോക്ടറായി എല്ലാവരെയും സഹായിക്കും അച്ഛാ. മിടിക്ക കുട്ടി, അച്ഛന്റെ മോള് തന്നെ. ആ ബാലേട്ടാ, നിങ്ങൾ വന്നു. നാളേക്ക് മോളൂട്ടിനെ കൊണ്ട് സ്കൂളിൽ വിടുന്ന കാര്യം വെച്ചിട്ട് എനിക്കൊരു സമാധാനം ഇല്ല. ഈ കാലം വെച്ച് ഞാൻ എങ്ങനെയാ അവളെ കൊണ്ട് സ്കൂളിലേക്ക് വിടുക? നീ പേടിക്കാതിരി, അവൾക്ക് കുട്ടിനെ അമ്മുക്കുട്ടിയില്ലേ, അവള് നോക്കോളും നമ്മുടെ മോളെ. ആ ശരി ബാലേട്ടാ. മോളൂട്ടി മോളൂട്ടി. അമ്മേ ഞാൻ പോന്നേ. മോളൂട്ടി അമ്മുക്കുട്ടി രണ്ടാളും നോക്കി പോകണേട്ടോ, തിരുപ്പട്ടികളെ സൂക്ഷിക്കണേട്ടോ. ആ ശരി അമ്മേ. നീ പേടിക്കണ്ട, നിനക്ക് കൂട്ടിന് ഞാനില്ലേ. തിരുപ്പട്ടികൾ വന്ന നമ്മൾ ഏതെങ്കിലും വീടിന്റെ ഉള്ളിലേക്ക് കയറി ഒളിച്ചിരിക്കാട്ടോ. മോളൂട്ടി ഇത് പറയാ ശരിയാ മോളൂട്ടി, തിരുപ്പട്ടികൾ നമ്മൾ നേരത്തെ വരും. ഡോക്ടറെ ഇപ്പൊ എന്റെ മോൾക്ക് എങ്ങനെയുണ്ട് ഡോക്ടറെ? തെരുവുപട്ടികൾ എന്റെ മോളെ വലിച്ചു കീറിയില്ല ഈശ്വരാ. നിങ്ങൾ പേടിക്കാത്തേ, മോളെ കൊണ്ടുവന്നത് ഞങ്ങൾ ഇംഗ്ലീഷൻ എടുത്തിട്ടുണ്ട്, നോക്കാം. മോളൂട്ടി മോളൂട്ടി, അമ്മ എന്താ കൊണ്ടുവന്നിരിക്കുന്ന? മോൾക്ക് ഇഷ്ടപ്പെട്ട പാൽക്കഞ്ഞിയാ കൊണ്ടുവന്നിരിക്കുന്ന, കുറച്ച് കഴിക്കും മോളൂട്ടി. എനിക്ക് വേണ്ടമ്മേ, കഞ്ഞി പോയിട്ട് പോലും ഇറക്കാൻ പറ്റുന്നില്ല, ദാഹിച്ചിട്ട് വയ്യമ്മേ. വെള്ളങ്ങാട് കുട്ടിക്ക് പേടിയുണ്ടമ്മേ, ഞാൻ മരിച്ചു പോകും എൻ്റെ അമ്മേ. അങ്ങനെയൊന്നും പറയല്ല മോളൂട്ടി, എന്റെ മോൾക്കൊന്നും സംഭവിക്കില്ല. മോളെ ഞങ്ങൾ വേറെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്, അവൾക്ക് നല്ല പനിയുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ അടുത്ത് നല്ല പ്രാർത്ഥിച്ചോളൂ. പോലും എന്തുകൊണ്ട് ഡോക്ടറെ ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? പേപ്പട്ടിയുടെ കടി മുഖത്തേറ്റാൽ അത് വേഗം തന്നെ തലച്ചോറിലേക്ക് കയറും. പിന്നെ ഇഞ്ചക്ഷൻ എടുത്താൽ പോലും രക്ഷിക്കാൻ കഴിയില്ല. അതെ, സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഒരു പൗരൻ നൽകുന്ന മൗലികാവകാശങ്ങളിലൊന്നാണ്. ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ അധികാരികൾ മതിയാവൂ. അഥവാ നടപടിയെടുത്താൽ തന്നെ അതിനെതിരെ എത്തുന്ന ഗൃഹസ്നേഹികളോട് ഞങ്ങളോടൊരു ചോദ്യം: കുടുംബത്തിന്റെ അത്താണിയാവാൻ